ഒരു തുള്ളി എണ്ണയില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് മീൻ എങ്ങനെ നമുക്ക് എയർ ഫ്രൈയിൽ വെച്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാവേ. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 2 തിലാപ്പിയ മീനാണ്, 2 വലിയ മീൻ. ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടിയതാണ്. നമ്മളിത് വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തു, ഉപ്പും വിനാഗിരിയും ഇട്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ കട്ട് ചെയ്യാനുള്ള പോർഷനൊക്കെ കട്ട് ചെയ്ത് വരഞ്ഞു കൊടുത്തു. നമുക്കിനി എന്തൊക്കെ പൊടികളാണ് ആഡ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് എരിവനുസരിച്ച് കുരുമുളക് പൊടിയുടെയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയുടെയോ അളവ് കൂട്ടാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻകുട്ടനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഈ മസാല ഉള്ളിലും പുറത്തും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ഈ 2 മീനിനെയും കൂടി എയർ ഫ്രൈയിലേക്ക് വെക്കാം കേട്ടോ. അപ്പം ഞാൻ 400 ഫാരൻഹീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഫാരൻഹീറ്റാണ് യൂണിറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് ഫാരൻഹീറ്റിനെ കൺവേർട്ട് ചെയ്തോണം. അപ്പോൾ ഞാൻ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മിനിറ്റ്സ് വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ 10 മിനിറ്റ്സേ കൊടുക്കുന്നുള്ളൂ. 1 സൈഡ് 10, പിന്നെ ഫ്ലിപ്പ് ചെയ്ത് അപ്പുറത്തെ സൈഡും ഒരു 10 മിനിറ്റ്സ്. ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കണം കേട്ടോ. കാരണം മീൻ നമ്മൾ പൊള്ളിച്ചെടുക്കുക ചെയ്യാം. മീൻ പൊള്ളിച്ചെടുക്കുന്നതിനായിട്ടുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു 2 വലിയ സവോള, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അതിന് ഈക്വലായിട്ട് ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക്. ഇനി ഇതിന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്, ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്. നമ്മളിതെല്ലാം കൂടെ സ്റ്റീം ചെയ്ത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത മിച്ചമുള്ള മസാലയും കൂടി ഇതിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവുക. ഇതിപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് എടുത്ത മീനാണ് കേട്ടോ. ഇതാണ് മസാല. മസാല മിക്സ് ചെയ്ത വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ മസാല നന്നായിട്ട് നിരത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ എയർ ഫ്രയറിൽ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മിനിറ്റ് വെച്ച് അപ്പുറം ഇപ്പുറം തിരിച്ച് വെച്ച മീൻ വെക്കുവാണ് കേട്ടോ. മുകളിലും താഴെയും ആവശ്യാനുസരണം നമ്മുടെ മസാല തേക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു 3 തക്കാളിയും കൂടെ വെക്കാൻ പോവാം. ഇനി ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ ഈ അലൂമിനിയം ഫോയിൽ റാപ്പ് ചെയ്തെടുക്കാൻ പോവുക. ഇത് വാഴയിലയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ഇപ്പം വാഴയില കിട്ടാനില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ അലൂമിനിയം ഫോയിലാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പം നന്നായിട്ട് അലൂമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനിയും നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് ഇത് ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഇനി നമ്മൾ 285 ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് നേരത്തേന് ഗ്രില്ല് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. പക്ഷേ ഈ മീൻ ഇപ്പോൾ 10 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം മുള്ളൊക്കെ സൂക്ഷിച്ചെടുക്കുക. പിന്നെ ചോറും ഈ മീൻ പൊള്ളിച്ചതും കുറേ ചീരയും പിന്നെ നമുക്ക് കുറച്ച് പാവയ്ക്കൊക്കെ വറുത്തുണ്ടായിരുന്നു, പിന്നെ കുറച്ച് തീയിലുണ്ടായി. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ റെസിപ്പി അല്ല കേട്ടോ, നമ്മൾ യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കണ്ടെന്ന് പരീക്ഷിച്ചതാണേ.